ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് വൃശ്ചികം 1 ഒരു മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അപ്പോൾ ബഹറിനിലെ അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് കണ്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീണ്ടും ഒരു മണ്ഡലകാലം ആരംഭിക്കുകയാണ്. മനസ്സും ശരീരവും ഭഗവാന് സമർപ്പിച്ച് വ്രതശക്തിയുടെ 41 നാളുകളാണ് ഇനിയുള്ളത്. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബഹറിനിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ്. ബഹറിനുള്ള കാനൂർ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ ആദ്യമേ കുറച്ച് തുളസിയും ഒരു ആനയുടെ പ്രതിമയുമൊക്കെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഈ ആനയ്ക്കൊരു പേരുമുണ്ട്, കാനൂർ മണികണ്ഠൻ എന്നാണ് ആനയുടെ പേരിട്ടിരിക്കുന്നത്. ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നമുക്ക് നാട്ടിലേതെങ്കിലും ഒരു ക്ഷേത്രത്തിലെത്തിയ പ്രതീതി തോന്നുന്നുണ്ട്. കാരണം മരങ്ങളും തുളസിയും ആനയും ഇവിടെ നമ്മളെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ. ക്ഷേത്രത്തിനുള്ളിലാണെങ്കിലും ശ്രീകോവിലും ഒക്കെ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ക്ഷേത്ര സങ്കല്പങ്ങളെ പോലെ തന്നെയാണ് ഉള്ളത്. ക്ഷേത്രത്തിനകത്തെ വീഡിയോസൊന്നും നമ്മൾ എടുക്കുന്നില്ല, കാരണം ക്ഷേത്രത്തിനകത്ത് ഫോട്ടോസും ഒക്കെ നിരോധിച്ചേക്കുന്നതാണ്. അപ്പം എന്തായാലും അതിന് പുറത്തുള്ള വീഡിയോസൊക്കെ എടുക്കാം. അയ്യപ്പനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഗണപതി, ശ്രീകൃഷ്ണൻ, ലക്ഷ്മി ദേവി, മുരുകൻ എന്നിവരുടെയും പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. എനിക്കേറെ ആകാംക്ഷ തോന്നിയ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ ഒരു കൽവിളക്കും കൊടിമരവും ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നാട്ടിലെ പോലെ തന്നെ മണ്ഡലകാലത്ത് ചിറപ്പ് മഹോത്സവം ഇവിടെയുമുണ്ട് എന്നത് എനിക്ക് അത്ഭുതം തോന്നി. നമ്മുടെ നാട്ടിലെ പല വഴിപാടുകളും ഇവിടെയുണ്ട്. അപ്പം തൊഴുതൊക്കെ ഇറങ്ങി പ്രസാദമൊക്കെ കിട്ടി, പിന്നെ പുറത്ത് വന്ന് ചന്ദനമൊക്കെ തൊട്ട് ഈ മണ്ഡലകാലത്ത് 41 ദിവസവും ഇവിടെ പല പരിപാടികൾ, പൂജകൾ, വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട്. ഒരു പത്തനംതിട്ടക്കാരനെ സംബന്ധിച്ച് അയ്യപ്പൻ എപ്പോഴും അതൊരു വികാരമാണ്. എനിക്ക് ഏറെ മറ്റൊരു അത്ഭുതം തോന്നിയത്, ഇവിടെ പൂജ ചെയ്യുന്നത് നമ്മുടെ പന്തളത്തുള്ള ഒരു തിരുമേനിയാണ്. തിരുമേനിയുടെ അച്ഛനുമാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അതും ഇന്ന് വന്നപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി കുറച്ചു നേരം അവിടെ ഇരുന്ന തുളസിയുടെയൊക്കെ അരികിലിരുന്ന് എന്തോ മനസ്സിനൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടി. നാട്ടിലുള്ളപ്പം ഈ സമയമൊക്കെ ശബരിമലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളുമൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.